നമസ്കാരം. വിദേശ മണ്ണിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞ ഇന്ത്യൻ നാവികന്റെ മൃതദേഹം ജന്മനാട്ടിലെത്തിച്ച് പരിശോധിച്ചപ്പോൾ പുറത്തുവന്നത് ആരെയും ഞെട്ടിക്കുന്ന കൊടും ക്രൂരതയുടെ വിവരങ്ങൾ. വെനസ്വേലയിൽ വെച്ച് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടുവെന്ന് കപ്പൽ കമ്പനി അവകാശപ്പെട്ട ഇന്ത്യൻ നാവികൻ രാകേഷ് ചൗഹാന്റെ മൃതദേഹത്തിൽ നിന്നും പ്രധാനപ്പെട്ട എല്ലാ ആന്തരിക അവയവങ്ങളും അറുത്തുമാറ്റിയ നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. തലച്ചോറ്, ഹൃദയം, ശ്വാസകോശങ്ങൾ, വൃക്കകൾ അടക്കമുള്ള ശരീരത്തിലെ ജീവനാധാരമായ ഒരൊറ്റ അവയവം പോലും മൃതദേഹത്തിനില്ലെന്നാണ് ഉത്തർപ്രദേശിലെ ദേവരിയ സ്വദേശിയായ രാകേഷിന്റെ കുടുംബം അതീവ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത്. ഈ ദാരുണമായ സംഭവത്തോടെ നാവികന്റെ മരണത്തിൽ കടുത്ത ദുരൂഹത ആരോപിച്ച് ഫെഡറേഷൻ ഓഫ് സീഫേഴ്സ് യൂണിയൻസ് ഓഫ് ഇന്ത്യ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഈ അന്താരാഷ്ട്ര അട്ടിമറിക്ക് പിന്നിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ വിഷയത്തിൽ സമഗ്രവും ഉന്നതതലത്തിലുള്ളതുമായ അന്വേഷണം വേണമെന്നാണ് സംഘടനയുടെ പ്രധാന ആവശ്യം. വെനസ്വേലൻ അധികൃതരുടെ ഭാഗത്തു നിന്നും കൃത്യമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ മറ്റ് അനുബന്ധ വിവരങ്ങളോ ഒന്നും തന്നെ നൽകാതെയാണ് മൃതദേഹം ഇന്ത്യയിലേക്ക് കയറ്റി അയച്ചതെന്ന് സീഫേഴ്സ് യൂണിയൻ തങ്ങളുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. മൃതദേഹത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് ഇന്ത്യയിൽ വെച്ച് നടത്തിയ രണ്ടാമത്തെ വിശദമായ പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് ശരീരത്തിനുള്ളിൽ ഒരു അവയവം പോലും ബാക്കി വെക്കാതെ കവർന്നെടുത്ത ഞെട്ടിക്കുന്ന വിവരം പുറംലോകമറിഞ്ഞത്. നാവികന്റെ തലച്ചോറ്, ഹൃദയം, 2 ശ്വാസകോശങ്ങൾ, കരൾ, വൃക്കകൾ, ആമാശയം, കുടൽ, ശ്വാസനാളം എന്നിവയെല്ലാം ശരീരത്തിൽ നിന്നും പൂർണ്ണമായി നീക്കം ചെയ്ത നിലയിലായിരുന്നു. ഇതിനു പുറമെ ക്രൂരമായ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയതുപോലെ മൃതദേഹത്തിന്റെ കഴുത്തു മുതൽ അടിവയർ വരെയുള്ള ഭാഗത്ത് 22 തുന്നലുകളും ഒരു ചെവിയിൽ നിന്നും അടുത്ത ചെവി വരെ തലയ്ക്ക് പിന്നിലായി 21 തുന്നലുകളും ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ രാകേഷിന്റെ ശരീരത്തിൽ മറ്റ് ബാഹ്യമായ പരിക്കുകളോ ചതവുകളോ ഒന്നും തന്നെ കണ്ടെത്താൻ ഡോക്ടർമാർക്ക് സാധിച്ചുമില്ല. ശരീരത്തിൽ മരണകാരണം വിലയിരുത്താൻ ആവശ്യമായ പ്രധാന ആന്തരിക അവയവങ്ങൾ ഒന്നും തന്നെ അവശേഷിക്കാത്തതിനാൽ യുവാവിന്റെ യഥാർത്ഥ മരണകാരണം എന്താണെന്ന് കൃത്യമായി കണ്ടെത്താൻ സാധിക്കാതെ ഇന്ത്യൻ ഡോക്ടർമാർ പൂർണ്ണമായും കൈമലർത്തുകയാണ്. എന്നാൽ 1 മാസത്തോളമായി മൃതദേഹം വിദേശത്ത് ഡീപ് ഫ്രീസറിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു നാട്ടിലേക്ക് എത്തിയത്. കഴിഞ്ഞ 2025 നവംബറിലാണ് രാകേഷ് ചൗഹാൻ എക്സ്ഫിനിറ്റി എന്നു പേരുള്ള കമ്പനി വഴി മർച്ചന്റ് നേവി കപ്പലിൽ ഔദ്യോഗികമായി ജോലിക്ക് കയറിയത്. തുടർന്ന് മെയ് മാസത്തിൽ രാകേഷിന് കപ്പലിൽ വെച്ച് കാൽ വഴുതി വീണ് ഗുരുതരമായി പരിക്കേറ്റെന്നും അദ്ദേഹം കടുത്ത ചികിത്സയിലാണെന്നും പിന്നീട് മരണത്തിന് കീഴടങ്ങിയെന്നുമാണ് കപ്പൽ കമ്പനി കുടുംബത്തെ ഔദ്യോഗികമായി അറിയിച്ചത്. കപ്പലിൽ വെച്ചുണ്ടായ വീഴ്ചയും അതിനെ തുടർന്നുള്ള ഗുരുതരമായ ശാരീരിക പരുക്കുമാണ് മരണത്തിന് കാരണമായതെന്നായിരുന്നു കമ്പനിയുടെ ആദ്യത്തെ പ്രാഥമിക വിശദീകരണം. എന്നാൽ മരണം നടന്ന 1 മാസത്തിനു ശേഷം ജൂൺ 4-നാണ് മൃതദേഹം യുപിയിലെ സ്വന്തം നാട്ടിലെത്തിക്കാൻ കമ്പനി തയ്യാറായത്. നാട്ടിലെത്തിച്ച മൃതദേഹത്തിന്റെ അവസ്ഥ കണ്ട് ആദ്യം പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കാൻ പ്രാദേശിക ഡോക്ടർമാർ കടുത്ത വിസമ്മതം പ്രകടിപ്പിച്ചിരുന്നു. എങ്കിലും കുടുംബത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി ജില്ലാ മജിസ്ട്രേറ്റിൽ നിന്നും പ്രത്യേക ഉത്തരവ് സമ്പാദിച്ച് നടത്തിയ വിദഗ്ധ പരിശോധനയിലാണ് മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന അവയവമോഷണത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്നത്. യുവാവിന്റെ യഥാർത്ഥ മരണകാരണത്തെക്കുറിച്ച്, ശരീരത്തിൽ നിന്നും അവയവങ്ങൾ കൂട്ടത്തോടെ അറുത്തുമാറ്റിയതിനെക്കുറിച്ചോ കൃത്യമായ മറുപടി നൽകാൻ വെനസ്വേലൻ അധികൃതരോ കപ്പൽ കമ്പനിയോ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇന്ത്യൻ നാവികർ വിദേശ രാജ്യങ്ങളിൽ ക്രൂരമായ അവയവ മാഫിയകളുടെ ഇരകളാക്കപ്പെടുകയാണെന്നും വെനസ്വേലയിലെ ഇന്ത്യൻ എംബസി വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് പാവപ്പെട്ട നാവികന്റെ കുടുംബത്തിന് അർഹമായ നീതിയും കനത്ത നഷ്ടപരിഹാരവും ഉറപ്പാക്കണമെന്നും ഫെഡറേഷൻ ഓഫ് സീഫേഴ്സ് യൂണിയൻസ് ഓഫ് ഇന്ത്യ കേന്ദ്ര ഗവൺമെന്റിനോട് ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്.